പാരന്റ് വിചാരിക്കുന്ന എൻ്റെ മോനെ മോളെ എങ്ങനെ കുറുക്ക് വഴി കൂടെ MBBS നേടാമെന്ന്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അതിനെ അന്വേഷിച്ച് നടക്കാൻ ഞാൻ അറിഞ്ഞിട്ട് ചെറിയ ചെറിയ ന്യൂസുകൾ നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുമ്പം 200ഓളം കുട്ടികളുണ്ടെന്ന് പറയപ്പെടുന്നു. ഓരോരുത്തരും 10-9 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് ഈ പറയപ്പെടുന്നു. ഒരു ചോദ്യ പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ചോദ്യപേപ്പറിന് വേണ്ടി ഓരോരുത്തരും അപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോടിക്കണക്കിന് രൂപയുടെ ഇതൊരു ബിസിനസ്സാണ്. ഏകദേശം ഒരു 400 to 500 crore വേണമെങ്കിൽ ഇത് സംഭവിക്കാം. 2024 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടു. ഉം. നൂറുകണക്കിന് കുട്ടികൾക്ക് 720 കിട്ടി. നമ്മളെ ഏറ്റവും വലിയ കോളേജ്, പ്രസ്റ്റീജ് കോളേജ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എയിംസ് ആണ്. ഉം. ഈ അവിടെ നിന്ന് വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ ആ റേഞ്ചിൽ നിൽക്കണം. നാളെ നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എയിംസിന് പഠിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും. അവരാണ് ഈ മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും മോളി വരുന്നത്. അപ്പോൾ അവർ വരണമെങ്കിൽ അത്രയും നല്ല ക്വസ്റ്റ്യൻ എഴുതി നല്ല ടാലൻ്റ് ആയിട്ടുള്ളവരെ വരാൻ പാടുള്ളൂ. കേരളത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഏറ്റവും വലിയ കോഴ്സ് MBBS തന്നെ. ഒരു സംശയമില്ലാത്ത കാര്യം. അത് ഇനി ഇടക്കാലത്തൊന്നും പോകാനും പോകുന്നില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ് UG പരീക്ഷ. നാളെയുടെ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുവാനായി രാജ്യവ്യാപകമായി നടത്തുന്ന ഈ പരീക്ഷയിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം. എന്നാൽ ഇത് ബാധിച്ചിരിക്കുന്നത് 22.79 ലക്ഷം കുട്ടികളെയാണ്. അതിനേക്കാൾ ഒക്കെ തന്നെ കേരളത്തിൻ്റെ നെഞ്ചിലേറ്റൊരു കൂരമ്പായി പുറത്തു വരുന്ന വാർത്ത ഈ ക്രമക്കേടിൽ കേരളത്തിനും പങ്കുണ്ട് എന്നുള്ളതാണ്. 200 വിദ്യാർത്ഥികൾ ക്രമക്കേട് നടത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് CBIക്ക് കൈമാറിയിരിക്കുന്നത്. കേരളം ഇതെങ്ങോട്ട് പോകുന്നു? 2, ഇത്രയും സുപ്രധാനമായ പരീക്ഷയിൽ എങ്ങനെ ക്രമക്കേട് വരുത്തുവാൻ സാധിക്കുന്നു? എന്താണ് ഇതിനുള്ള പരിഹാരം? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് സഫയർ എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ ചെയർമാനും അധ്യാപകനുമായിട്ടുള്ള ശ്രീ സുനിൽ കുമാർ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് കേരളം പ്രബുദ്ധ കേരളം, നമ്പർ 1 കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്നതാണ്. പക്ഷേ ഈ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് എങ്ങനെ സംഭവിക്കുന്നു? എന്താണ് അങ്ങേക്കറിയാൻ സാധിച്ചിട്ടുള്ള വിവരങ്ങൾ? നമ്മൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുമ്പിലാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഈ റീസണിങ് എന്ന് പറയുന്ന ഒരു ചിന്ത ഇല്ലാതെ പോകാറ്. പണ്ട് നമ്മൾ ആദ്യം തൊട്ട് നോക്കിയാൽ മതി, ആട്, മാഞ്ചിയം, ഇങ്ങനത്തെ എന്ത് തട്ടിപ്പിലും മുമ്പിൽ നിൽക്കുന്നത് നമ്മളാണ്. അതായത് കുറുക്ക് വഴി തേടുന്ന കുറുക്ക് വഴി തേടാം. ഒന്നും വേണ്ട, നമ്മൾ നിശാഗന്ധിയിൽ കുറച്ച് ലൈറ്റ് ഇട്ടിട്ട് ഒരു ടിക്കറ്റ് വെച്ചാലും ആളെ കിട്ടും. അത് ആ ഒരു സിസ്റ്റം നമുക്ക് അങ്ങനെ അലിഞ്ഞു പോയി. അപ്പോൾ ഒരു പാരന്റ് വിചാരിക്കുന്ന എൻ്റെ മോനെ മോളെ എങ്ങനെ കുറുക്ക് വഴി കൂടെ MBBS നേടാമെന്ന്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അതിനെ അന്വേഷിച്ച് നടക്കാൻ എല്ലാ വർഷവും നോക്കി അറിയാൻ പറ്റും. ഒരു 50ഓളം കേസെങ്കിലും വരാറുണ്ട്, പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ളത്. അതിന് കാരണം അവർക്കറിയാം നീറ്റ് എന്ന് പറഞ്ഞ എക്സാമിൽ കൂടെ ഇപ്പോഴ് റാങ്ക് ലിസ്റ്റ് വരുള്ളൂ, അതുവഴിയേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും പാരൻസ് ഏജൻസിയെ അന്വേഷിച്ച് പോകുന്നു. അപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പോകാതിരിക്കുമോ? തീർച്ചയായിട്ടും പോകും. അപ്പോൾ കുറുക്ക് വഴി തന്നെയാണ് അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ. കുട്ടികളെ പഠിപ്പിച്ച് എടുക്കുന്നതിന് പകരം അവർ ചെയ്യുന്നത് ഏത് സോഴ്സിൽ കൂടെ MBBS കൊണ്ടെത്തിക്കാമെന്ന്. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇപ്പം സംഭവിച്ച കാര്യം. ഞാൻ അറിഞ്ഞിട്ട് ചെറിയ ചെറിയ ന്യൂസുകൾ നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുമ്പം 200ഓളം കുട്ടികളുണ്ടെന്ന് പറയപ്പെടുന്നു. ഓരോരുത്തരും 10-9 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഒരു ചോദ്യ പേപ്പറിന് വേണ്ടിയിട്ട് ഒരു ചോദ്യപേപ്പറിന് വേണ്ടി ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോടിക്കണക്കിന് രൂപയുടെ ഇതൊരു ബിസിനസ്സാണ്. ഏകദേശം ഒരു 400 to 500 crore വേണമെങ്കിൽ ഇത് സംഭവിക്കാം. നമുക്കറിയത്തില്ല. ഇതിപ്പം വരുന്ന ന്യൂസ് വെച്ച് നമ്മൾ പറയുന്ന അവർ തന്നെ പല ചാനലുകളും ഇതിൻ്റെ പുറകിലുണ്ട്. CBIക്ക് വിട്ടിട്ടുണ്ട്, ഇത്ര രൂപ പിടിച്ചിട്ടുണ്ട് എന്ന്. മിനിമം ഒരു 40 lakhs എങ്കിലും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ളവർ. മൈ ഗോഡ്. അപ്പോൾ ഇത് കേരളത്തിലുള്ളവർക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടാകാം എന്നാണ്. കാരണം ഇതിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി യിലൂടെയാണ് ഇത് കേരളത്തിൽ എത്തിയതെന്നാണ് കേൾക്കുന്നത്. അതെ, ഈ ചാനലുകളിലൊക്കെ കാണിക്കുന്നുണ്ട്. അതെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രാജസ്ഥാനിലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. ആ രാജസ്ഥാൻ കുട്ടി പല ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ. അതുവഴി ക്വസ്റ്റ്യൻസ് കുട്ടികളിൽ എത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു സാധ്യത വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ ഏതെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും. ബട്ട് ഇയാൾ ഒരു കണ്ണിയാണ്, അതിൻ്റെ അകത്തുള്ള ഒരു കണ്ണി തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. കാര്യം പുള്ളിയെ തിരക്കിയാണ് ആദ്യം വരുന്നത്. അതിനെ കണക്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അറിയുന്നത്.
പക്ഷെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് ചിന്തിക്കേണ്ട കുറച്ച് കാര്യം കൂടെയാണ്. ഇങ്ങനെ പല രീതിയിൽ വരും. ഇതിൻ്റെ അകത്ത് അനുഭവിക്കാൻ പോണത് ആ കുട്ടിയും പാരൻറ്റുമാണ്. അവർക്ക് എന്ത് ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്? കാരണം ഇതിനു മുമ്പും ഇത് സംബന്ധിച്ച് ഈ ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷ തീർച്ചയായിട്ടും പണ്ട് പ്രീ ഡിഗ്രിയിലായിരുന്നപ്പോൾ അന്ന് മാർക്ക് വെച്ചായിരുന്നു എൻട്രൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ. അന്ന് ഇതിൽ മാർക്ക് തിരുത്തി 0+0+0 273 എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ഉണ്ടാക്കി. ആ മാർക്ക് വെച്ച് MBBS കിട്ടുമായിരുന്നു. അന്ന് അങ്ങനെ പിടിച്ചാണ് എൻട്രൻസ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അന്ന് ശിക്ഷിച്ചത് 10 വർഷത്തോളം ശിക്ഷിച്ച ആൾക്കാരുണ്ട്, പാരൻസും കുട്ടികളും. പാരന്റിനും കുട്ടിക്കും കിട്ടും. കുട്ടിക്കും ഈക്വൽ ഇതാണ്, രണ്ടുപേർക്കും ശിക്ഷ കിട്ടും. ഓ. അതേപോലെ തന്നെ ഇപ്പോഴും ഇതിനും തക്കതായ ശിക്ഷയുണ്ട്, ഫൈനും ഉണ്ടായിരിക്കും. ഏകദേശം 1 കോടി രൂപയോളം ചിലപ്പോൾ ഫൈൻ മേടിക്കേണ്ടി വരും. അതെന്താണ് അത്രയും വലിയ ഫൈൻ? ഈ എക്സാം നടത്തുന്നതൊക്കെ ഇവരുടെ തലയിലാണ്. പണ്ട് KSRTCയിൽ നമുക്ക് കല്ലെറിയാമായിരുന്നു. ഇന്ന് KSRTCയിൽ കല്ലെറിഞ്ഞ KSRTCയുടെ കംപ്ലീറ്റ് പൈസയും നമ്മൾ അടയ്ക്കണം. ആ ബസ്സിന്റെ പൈസ മൊത്തം അടിച്ചാൽ വെളിയിൽ ജാമ്യം കിട്ടത്തുള്ളൂ. ആ രീതി തന്നെയാണ് ഇപ്പോഴും ഇവരും വെച്ചിരിക്കുന്നത്. അതായത് ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ചില്ലറ കാര്യമല്ല, 23 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ പരീക്ഷ എഴുതിയത്. അപ്പൊ അത്രയും പേർക്ക് വീണ്ടും പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പം അറിയപ്പെടുന്ന 410 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക്ലെറ്റാണ് ചേർന്നത്. അതിപ്പം 180 ക്വസ്റ്റ്യൻ ഇതിലുള്ളതായിരിക്കാം. ഓക്കെ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവരിൽ ഇരിക്കുന്നതായിരിക്കാം ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ തൊടാൻ പറ്റത്തില്ല, അതിൻ്റെ അകത്തുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചിലപ്പം പുതിയ 3 സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അവർ ഉണ്ടാക്കുന്നത് അല്ലേ? അതോ എത്രയാണ്? 3 or 10 എന്നൊക്കെ പറയും. നമുക്ക് അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അത്രയും വലിയ ഒരു ബൃഹത്തായ ഒരു തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ഭയങ്കരമായ ഇതാണ്. ബട്ട് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം അവർക്കൊരു സിസ്റ്റത്തിൽ എവിടെയോ പരാജയം പറ്റിയിട്ടുണ്ട്, അതിലൊരു സംശയം. സാർ, വേറൊരു കാര്യം നമ്മൾ വാർത്തയിൽ കേട്ടതാണ്, ഈ ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങളുടെ നിലവാരം സംബന്ധിച്ചുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടുള്ള 2024 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടു. 100 കണക്കിന് കുട്ടികൾക്ക് 720 കിട്ടി. ഡൽഹി എയിംസിൽ ജനറൽ മെറിറ്റിന് 50 സീറ്റേ ഉള്ളൂ. അപ്പോൾ 720 വാങ്ങിയ കുട്ടിക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ, കാരണം ക്വസ്റ്റ്യൻ അത്രയ്ക്ക് എളുപ്പമായിരുന്നു. അന്നും പ്രാദേശികമായിട്ട് ക്വസ്റ്റ്യൻ ചോർന്നു, സിമ്പിൾ ക്വസ്റ്റ്യനുമായിരുന്നു. ആർക്കും ആൻസർ കണ്ടെത്താൻ പറ്റും, പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് കൊടുത്താലും അവർ ഉടനെ തന്നെ ആൻസർ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം കഴിഞ്ഞ വർഷം നല്ല ടഫായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു മാൽ പ്രാക്ടീസ് നടന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം വീണ്ടും ക്വസ്റ്റ്യൻ്റെ ലെവൽ വളരെ കുറഞ്ഞു. ഇത് ഈ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എയിംസിലോട്ടൊക്കെ ഉള്ള ഒരു കുട്ടികളെ സെലക്ട് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കുറച്ച് റേഞ്ച് കൂടിയാലേ, നമ്മളെ ഏറ്റവും വലിയ കോളേജ്, പ്രസ്റ്റീജ് കോളേജ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എയിംസ് ആണ്. ഈ അവിടെ നിന്ന് വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ ആ റേഞ്ചിൽ നിൽക്കണം. നാളെ നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എയിംസിന് പഠിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും. അവരാണ് ഈ മെഡിക്കൽ ഫീൽഡിൽ എപ്പോഴും മോളി വരുന്നത്. അപ്പോൾ അവർ വരണമെങ്കിൽ അത്രയും നല്ല ക്വസ്റ്റ്യൻ എഴുതി നല്ല ടാലൻ്റ് ആയിട്ടുള്ളവരെ വരാൻ പാടുള്ളൂ. കുറുക്ക് വഴികളൊന്നും പറ്റത്തില്ല. അതിന് പരീക്ഷ കുറച്ച് പാടാവും. ഈ എൻട്രൻസ് എന്ന് പറയുന്നത് 720 വാങ്ങുന്നതല്ല. 720 150 മാർക്ക് വാങ്ങിയാലും മതി, അവൻ ആ റാങ്കിൽ ഒന്നാമത് വന്നാൽ മതി. അല്ലാതെ ഇപ്പം വിചാരിച്ചു വെക്കുന്ന അങ്ങനെ A+ പോലെ എൻട്രൻസും ഫുൾ മാർക്ക് വാങ്ങണമെന്ന് അങ്ങനെ ഒരിക്കലും വേണ്ട. എൻട്രൻസ് 720 400 ഒന്നാമത്തെ റാങ്ക് എങ്കിൽ അത് മതി. അവൻ മിടുക്കനാണ്, അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ തൊട്ടടുത്തവർക്ക് അടുത്ത റാങ്ക് കിട്ടും, അവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ നമുക്കിവിടെ സൊസൈറ്റിയിൽ ഒരു മൊത്തത്തിലൊരു ഇത് എന്താണെന്ന് വെച്ചാൽ 720 കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കാര്യം തീർന്നു. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഏറ്റവും മിടുക്കനെ കൊണ്ടുവരണമെങ്കിൽ അവന് ക്വസ്റ്റ്യൻ ടഫായിരിക്കണം. മാർക്ക് എത്ര എന്നല്ല, റാങ്ക് എത്ര എന്നാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, അതാണ്. എന്തായാലും ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നിരിക്കുന്നു, അതിൽ കേരളത്തിലും പങ്കുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ നാണക്കേടായി. കാരണം കേരളം എന്ന് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിജയങ്ങളിലും ഒന്നാം സ്ഥാനങ്ങളിലും അഭിമാനിക്കുന്നവരാണത് എപ്പോഴും പറയുന്നവരുമാണ്. അപ്പോൾ നമുക്കിത് ഇത്തരത്തിലുള്ളൊരു സംഭവം വന്നിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് രാജ്യമെമ്പാടും എന്നുള്ളതുപോലെ കേരളത്തിലും അന്വേഷണം നടക്കുന്നു. പല കോച്ചിങ് സെൻ്ററുകളിലേക്കും ഈ അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കാണാം. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ശക്തമായ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അറിഞ്ഞില്ലെന്ന് നമുക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു ഏജൻസിയിലുള്ള NDAയിലുള്ള മെമ്പേഴ്സാണ് ഇത് തീരുമാനം എടുക്കുന്നത്. അവർ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനോടുകൂടി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. അപ്പം ഇത് ശക്തമായിട്ട് ഗവൺമെൻറ് ഇതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കുട്ടി ലേറ്റായ 1 മിനിറ്റ് ലേറ്റായാൽ അകത്ത് കയറ്റത്തില്ല. ശരിയാണ്. ഒരു ബട്ടൺ വലുതായ കയറ്റത്തില്ല.
പിന്നെ ചപ്പലിട്ടിട്ട് ഷൂ ഇട്ടുകൊണ്ട് പോയാൽ അവനെ അകത്ത് കയറ്റത്തില്ല. പിന്നെ ഓർണമെന്റ്സ്, കമ്മൽ ചെറുതായിട്ട് അകത്ത് കിടന്ന് അതിനെ വലിച്ചിളക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നേരെ നടത്താൻ പറ്റുന്നില്ല? അതും ഫീസ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഏകദേശം 300 കോടി രൂപ ഫീസ് കളക്ഷൻ കിട്ടുന്നുണ്ട് ഈ പരീക്ഷ ഈ പരീക്ഷ നടത്തിയതിന്. എന്നിട്ട് എന്തുകൊണ്ട് ഉത്തമമായിട്ടുള്ള രീതിയിൽ ഒരു പരീക്ഷ നടത്താൻ പറ്റില്ല? അപ്പൊ ഇത് വന്നു ചേരുന്നത് എപ്പോഴും ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ തലയ്ക്കായിരിക്കും. പക്ഷെ ഇത് കണ്ടുപോകുന്നത് ചിലപ്പോൾ അതിൻ്റെ താഴത്തെ ഏജൻസികളാണ്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇതിൻ്റെ അകത്ത്. കഴിഞ്ഞ പ്രാവശ്യം കുറേ സയന്റിസ്റ്റുമാർ ചേർന്നിട്ട് പുതിയ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷെ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സംശയം ആണ്. ഈ 2024 ഇത്തരത്തിലുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരീക്ഷ വീണ്ടും നടത്തിയിരുന്നു. പക്ഷെ അത് ഭാഗികമായി കുറച്ച് സ്ഥലത്തെ ഉള്ളവരുടെയാണ് വീണ്ടും റീ എക്സാം നടത്തിയത്. അതുപോലെ ഇപ്പോൾ നടക്കില്ലേ? ഇപ്പോൾ ചോർന്ന സ്ഥലങ്ങൾ അങ്ങനെ മാത്രം നടത്താൻ സാധ്യത പറ്റൂല ഇതിന്. കാരണം വൈഡ് സ്പ്രെഡാണ്. കേരളത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ അറിഞ്ഞത് ഇപ്പം 200ഓളം കുട്ടികളുണ്ടെന്ന്. ഇനി അറിയാത്ത എത്രയോ പേര് കാണും, വെളി പറയാത്തവർ കാണും. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ ഈ സ്ഥലങ്ങളിലൊക്കെ വൈഡ് സ്പ്രെഡാണ്. ഇതിൽ കോച്ചിങ് സെന്ററിനും ചിലപ്പം ഒരു പരിധി വരെ റോള് കാണാം. നമുക്കറിയത്തില്ല ആരാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും NDA ഒരിക്കൽ ആൻസർ കീ കൊടുക്കൂലല്ലോ. ക്വസ്റ്റ്യൻ കിട്ടിയെന്നിരിക്കട്ടെ, ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ ഹെൽപ്പ് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആൻസർ കിട്ടത്തേ ഇല്ല. ഈ ആൻസർ കാണാതെ പഠിച്ചിട്ടാണ് ഈ കുട്ടികൾ ചെന്ന് എഴുതിയത്, അല്ലാതെ ഇത് ചെയ്തു നോക്കിയിട്ടല്ല എഴുതിയത്. അപ്പോൾ ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അതെ, കാരണം അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ ഒട്ടേറെ പേർ പങ്കാളികളായിട്ടുണ്ടാവണം. ഇത് രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ടാകണം. ഇത് വലിയ നീരാളികളായി അല്ലെങ്കിൽ വലിയ ശക്തമായ ഒരു ശൃംഖല ഇതിന് പിന്നിലുണ്ടാകണം. ഒരു നീരാളിപ്പിടുത്തം പോലെ ക്രമക്കേട് നടത്തി. കാരണം ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും 5ഉം 10ഉം 20ഉം ലക്ഷമൊക്കെ മേടിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ഇത് കൃത്യമായി അവർക്ക് ഉത്തരം എഴുതി ഫുൾ മാർക്ക് മേടിച്ച് ഏറ്റവും മികച്ച കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഒരു ചാൻസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമക്കേട് വലിയ രീതിയിൽ സ്പ്രെഡായിരിക്കുകയാണ്. ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? നമുക്കിപ്പോൾ നാളത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാർത്തെടുക്കേണ്ടതാണ്. ഏറ്റവും മികച്ച ആളുകൾ ഏറ്റവും മികച്ച കോളേജിലേക്ക് പോകുന്നു, കിട്ടിയ സ്കോർ ചെയ്ത മാർക്ക് അനുസരിച്ച്. അപ്പോൾ അത്രത്തോളം ഉത്തരവാദിത്തത്തോടുകൂടി നടത്തേണ്ടതാണ്. ഇപ്പോഴും സാധിക്കുന്നില്ല. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ പ്രീ ഡിഗ്രി സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോൾ പോലും ക്രമക്കേട് നടന്നിരുന്നു. ഇപ്പോൾ പരീക്ഷാ രീതി മാറ്റിയപ്പോഴും ക്രമക്കേട് നടക്കുന്നു. ഇനി എന്ത് മാർഗം സ്വീകരിക്കാൻ സാധിക്കും? ഇപ്പം നമ്മൾ 145 കോടി ജനങ്ങളുണ്ട്, എലക്ഷൻ നടക്കുന്നുണ്ട്. അതെ, എന്ത് പറഞ്ഞാലും ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലും എലക്ഷൻസ് വളരെ ശക്തമായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നു. കേരളത്തിൻ്റെ അകത്തും 3 കോടി ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എലക്ഷനിൽ പോയി വോട്ടിട്ടു. വളരെ വ്യക്തമായിട്ട് വോട്ടിടാൻ പറ്റി, ഒരു കുഴപ്പമില്ല. അതെ. അപ്പം ഇന്ത്യയിലെ 23 ലക്ഷം കുട്ടികൾക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഇതുപോലൊരു കുറ്റമറ്റമായിട്ടുള്ള ഒരു എക്സാം നടത്താൻ പറ്റാത്ത? നടത്താൻ, തീർച്ചയായിട്ടും നടത്താൻ പറ്റും. ഇതിലൊരു സംശയം വേണ്ട. ഗവൺമെൻറ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളിനെ തൊട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രസ് വരെ ഇത് രണ്ടിലുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോർച്ച ഉണ്ടാകുന്നത്. അതെ, ഈ രണ്ടിടവും അടയ്ക്കണം. പിന്നെ പറയാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അധ്യാപകരും കോച്ചിങ് സെന്ററുമായിട്ട് ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാകാനേ പാടില്ല. പലപ്പോഴും അവിടെയാണ് ഈ ബന്ധം അത്രയും ഉണ്ടായി ക്വസ്റ്റ്യൻ പുറത്തിറങ്ങും. അത് കേരളത്തിലകത്തും ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളെ ഏറ്റവും നല്ല മിടുക്കരായ കുട്ടികളാണ് ഈ ഫീൽഡിൽ വരുന്നത്. അവരെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 8ാം ക്ലാസ് തൊട്ട് ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അതെ, ആ 12ാം ക്ലാസ് വരെ അവർ എന്തുമാത്രം കഠിന പ്രയത്നം ചെയ്താണ് ഇതിലോട്ടേക്ക് എത്തുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മളെ വീട്ടിലൊരു കുട്ടി ഉണ്ടാവണം. അവൻ രാത്രി ഉറക്കമില്ല, ഊണില്ല, ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം 700-ൽ കൂടുതൽ കുറേ കുട്ടികളുണ്ട്. ഇതറിഞ്ഞിട്ട് തലകറക്കം, വിഴക്കം ഇതൊക്കെയായിരുന്നു. ഇന്നലെ നമ്മൾ മൊത്തം ഹോസ്പിറ്റലാണ് ഈ പരീക്ഷയുടെ പ്രശ്നം. കാര്യം അവർക്ക് ഇനി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു 2 ആഴ്ചയെങ്കിലും എടുക്കണം ഇവരെ ഒന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ. പക്ഷെ അവർ രക്ഷപ്പെടും. പക്ഷെ ഈ 600-650 ഇടയ്ക്കുണ്ട്, അവൻ മാനസികമായിട്ട് തകർന്നു പോകും. അവന് തിരിച്ച് ആ ലെവലിൽ എത്താനും പറ്റൂല. അവനൊരു വല്ലാത്ത സ്റ്റേജിലാവും. കാരണം ഈ പേപ്പർ നോക്കുമ്പോൾ അറിയാം എത്ര മാർക്കും കിട്ടാൻ. ഒരു കാര്യം അവർക്ക് നന്നായി പെർഫോം ചെയ്ത കുട്ടികൾ ആകെ തകർന്നിരിക്കുകയായിരിക്കും. സംശയം എന്താ? കാരണം ഇനിയിപ്പോൾ വീണ്ടും പരീക്ഷ നടത്തുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നതെന്ന് അവർക്ക് അറിയില്ല. എങ്ങനെ വരുന്നു എന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഏത് മോഡലായിരിക്കും, എന്താണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ടഫാണ്. പക്ഷെ ഇപ്രാവശ്യം അവർ ചെയ്ത കാര്യം കറക്റ്റാണ്. NCERT ബുക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലാണ് എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാക്കിയിരുന്നത്. അതിലൊരു കുഴപ്പമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കൂലെന്നാണ് എൻ്റെ വിചാരം.
ഇതിപ്പോൾ ഇത്തരത്തിൽ വിഷമിക്കുന്ന കുറേ കുട്ടികളും മാതാപിതാക്കളും ഉണ്ട്. ഉം. അവരോട് എന്താണ് പറയാനുള്ളത് സർ? തീർച്ചയായിട്ടും അവരൊരിക്കലും പേടിക്കല്ല. ഉം. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഡേറ്റ് അനൗൺസ് ചെയ്യും. മിനിമം ഒരു 60 ദിവസമെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ വിചാരം. കാരണം ക്വസ്റ്റ്യൻ പ്രിന്റ് ചെയ്യണം, പലയിടത്തും കൊണ്ടെത്തിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. ഒരു 60 ദിവസം കിട്ടും. നിങ്ങൾ 2-3 ദിവസം ഒന്ന് മാറി നിന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ശക്തമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങളെല്ലാം മിടുക്കരാണ്, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ഫൈനലൈസ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതിനുവേണ്ടി എക്സാംസ് എഴുതുക, ഇഷ്ടം പോലെ എക്സാം എഴുതുക. പഠിക്കുന്നതല്ല, എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ പകച്ചു നിൽക്കുകയല്ലല്ലോ വേണ്ടത്, വേണ്ട, നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് മുന്നിൽ തകർന്നു പോയാൽ അല്ലെങ്കിൽ തളർന്നു പോയാൽ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്ക് മുന്നിലും പലപ്പോൾ നിങ്ങൾ പകച്ചുപോയി എന്ന് വന്നേക്കാം. അല്ല, അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ 25 ലക്ഷം കുട്ടികളിന് ഏകദേശം ഒരു 1.5 ലക്ഷം സീറ്റുണ്ട് MBBS. അതെ. ഇവരുടെ ഏജിൽ ഇത്രയും ഒരു പരീക്ഷയ്ക്ക് അവർ നല്ലൊരു റാങ്ക് വാങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ ഒരു കറേജാണ്. അതെ. പിന്നെ എന്ത് എക്സാമും എഴുതിയെടുക്കാൻ തോന്നും. സിവിൽ സർവീസ് നമുക്കറിയാം 800-900 വേക്കൻസിയാണ് ഒരു വർഷം വരുന്നത്. എത്രയോ കുട്ടികൾ എഴുതുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും എളുപ്പമാണ് യഥാർത്ഥത്തിൽ നീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. ഇത്രയും ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും വാർത്തെടുക്കാനുള്ള എക്സാംസ് ആണ്. അവർ ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകമെമ്പാട് പോയി സേവനമനുഷ്ഠിക്കേണ്ടവരുമാണ്. അപ്പോൾ ഈ പരീക്ഷകൾ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇത് നേരെ ചൊവ്വേ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ്, ഇത്രയും വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉള്ള തെരഞ്ഞെടുപ്പ് നടത്താമെങ്കിൽ ഇത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും എന്നുള്ളതാണ്. പറ്റും. എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ അതുപോലെ ശിക്ഷിക്കണം ആ. ഇവരെന്ന് വെച്ചാൽ ഒരിക്കലും പുറത്തിറങ്ങല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കാറിന് പെറ്റി അടിക്കുന്നത് 250 രൂപയാണ്. എന്താ ചെയ്യേണ്ടത്? വയലേഷൻ ചെയ്താൽ കാറിൻ്റെ വില അടിക്കണം. കാർ 5 ലക്ഷം രൂപ ആണെങ്കിൽ 5 ലക്ഷം രൂപ ഫൈൻ അടിക്കണം. ചിലപ്പം ആദ്യം എതിർപ്പുണ്ടാകും, ഇതൊക്കെ സംഭവിക്കും. ഞാനും കൂടെ ചേർത്തായാലും എതിർക്കും. പക്ഷെ പിന്നെ പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യും ഇങ്ങനെയാണെന്ന്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യണം? 10 കോടി രൂപ അടിക്കണം. എന്നിട്ട് ഒരു 10 വർഷം ജയിലിലും കിടക്കണം. കുട്ടിയും കിടക്കണം, അച്ഛനും കിടക്കണം. എങ്കിലേ ഇത് നടക്കാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകും. സർ, ഇപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ മക്കളെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നുള്ള ആഗ്രഹം ഒരു 10-50 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടില്ലെന്നാണ് ഞാൻ ഇല്ല, മനസ്സിലാക്കുന്നത്. ഇല്ല. കാരണം അതാണ്, ഇപ്പോൾ കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും ഒരു ചോദ്യപേപ്പർ ആദ്യമേ കിട്ടുമെങ്കിൽ അതിനും ശ്രമിക്കുകയാണ്. മക്കളെ കുറുക്ക് വഴിയിലൂടെ ആ സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി നടക്കുകയാണ്. ഈ ആഗ്രഹമല്ലേ നമ്മൾ മാറ്റേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുക, അവർ സത്യസന്ധന്മാരായി വളരട്ടെ. നമ്മൾ ഈ കുറുക്ക് വഴിയും കള്ളത്തരവും കാണിച്ചു കൊടുത്താൽ അവരുടെ കരിയറിൽ എത്രത്തോളം സത്യസന്ധന്മാരായിരിക്കും, ജീവിതത്തിൽ എത്രത്തോളം സത്യസന്ധന്മാരായിരിക്കും, അല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പോൾ മറ്റൊന്ന്, ഈ കരിയർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് നിരവധിയാണ്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രമല്ല, നമുക്ക് ചുറ്റും നിരവധി, ഒട്ടനവധി, എന്താണ്, എണ്ണമറ്റ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്ക് കൂടി നമ്മൾ നോക്കണം. ഏറ്റവും ഡോക്ടേഴ്സ് ആവാൻ ഉള്ള കഴിവുള്ളവരാണ് ഡോക്ടേഴ്സ് ആവേണ്ടത്. എഞ്ചിനീയേഴ്സ് ആവാൻ പ്രാപ്തിയുള്ളവരാണ് എഞ്ചിനീയേഴ്സ് ആവേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? എന്താണ് അക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? പ്രാപ്തിയുള്ളവർ തന്നെയാണ് ഡോക്ടർ ആവേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ചില ഡോക്ടർമാർ കുമിഞ്ഞ് പൈസകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പം എത്തിക്സ് നഷ്ടപ്പെട്ടു. പരീക്ഷയ്ക്ക് പിള്ളേർ അവരും വിചാരിക്കാൻ ആ ഡോക്ടറിന്റെ വീട്ടിൽ ഇന്ന് 250 പേഷ്യൻസ് ഉണ്ട്. 1000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഇത്രയായി. ഇനി കുറേ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഓക്കെ, വലിയൊരു എമൗണ്ടാണ്. അയാൾ മിടുക്കനാണ്, അയാൾക്ക് അത് കിട്ടേണ്ട അർഹതയുണ്ട്, അത് ശരിയാണ്. ഇത് കണ്ടിട്ട് മറ്റ് പാരൻസ് പറയുകയാണ് നാളെ എൻ്റെ മക്കളും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് കൂടുതൽ കേരളത്തിൻ്റെ അകത്ത് ഇപ്പോഴും ഏറ്റവും വലിയ കോഴ്സ് MBBS തന്നെ. അതെ, അതിൽ ഒരു സംശയമില്ലാത്ത കാര്യം. അത് ഇനി ഇടക്കാലത്തൊന്നും പോകാനും പോകുന്നില്ല. ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിലൊരു പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ഈ ഒരു അവസരം ഇത് അങ്ങേ അതിഥിയായി കിട്ടിയോണ്ട് ചോദിക്കുകയാണ്. ഈ ഡോക്ടർമാരെ ആകുന്ന പ്രോസ്പെക്റ്റീവ് ഡോക്ടേഴ്സിനെ എഞ്ചിനീയേഴ്സിനും ഒക്കെ ട്രെയിൻ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ രംഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചികിത്സാ പിഴവിൻ്റെ ഘോഷയാത്രയാണ്. അത് പൊതുമേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു മുമ്പ് പേര് കേട്ട, നമ്മൾ ദൈവങ്ങളെ പോലെ കണ്ടിരുന്നവരായിരുന്നു ഡോക്ടേഴ്സ്. ഇപ്പോൾ ആ ഒരു ദൈവം എന്ന് വിചാരിക്കുന്ന ആ ഒരു ചിന്ത നമ്മൾ താഴേക്ക് പോവുകയാണ്. ആ ഡോക്ടർ ഏത് രീതിയിലായിരിക്കും നമ്മളെ കൺസൾട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അവിടെ എത്രയായിരിക്കും കൺസൾട്ടിങ് ഫീസ് എന്നാണ് ചോദിക്കുന്നത്.
പക്ഷെ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരെല്ലാം വളരെ മിടുക്കരാണ്. ഏറ്റവും മിടുക്കരെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഗവൺമെൻറ് സ്കൂളിൽ അധ്യാപകർ മിടുക്കരാണ്. പല ടെസ്റ്റ് എഴുതി പല രീതി വരെയാണ്. ബട്ട് അവിടെ കുറച്ച് കഴിയുമ്പോൾ സാഹചര്യം മാറും. പിന്നെ ഞാൻ പശുവിനെ വാങ്ങിക്കുക, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് തിരിയുന്നത്. ഇത് തന്നെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും പല ഡോക്ടർമാർക്കും സംഭവിക്കുന്നത്. പക്ഷേ മിടുക്കരായവർ ഇന്നും ഒരു പൈസ കൈക്കൂലി വാങ്ങാതെ വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു എത്തിക്സും പണയം വയ്ക്കാത്ത എത്ര ഡോക്ടർമാരുണ്ട്. പക്ഷേ പ്രൈവറ്റിലാവുമ്പം അതിനൊരു അതോറിറ്റി ഉണ്ട്. അവൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അവിടെ എന്ന് പറയുന്നത് ഇത്ര റേഷ്യോ വെച്ചൊക്കെ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് രോഗികൾ വന്നാൽ ഇത്ര രൂപ, ബാക്കി മാനേജ്മെൻറ്റിന്. അപ്പോൾ ഇയാൾക്ക് അത്ര ഗവനിച്ചിരുന്നില്ലെങ്കിൽ രോഗികളെ കിട്ടത്തില്ല. അപ്പോൾ അയാളുടെ മുകളിൽ ഒരു വാളിങ്ങനെ നിൽക്കുകയാണ്. രോഗികൾ വരണമെങ്കിൽ ഞാൻ അത്രയ്ക്ക് കണിശമായിട്ട് ചികിത്സിച്ച് വിട്ടാലേ പറ്റുള്ളൂ. മറ്റിടത്ത് അങ്ങനെയല്ല. എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ മാക്സിമം പോയി ഒരു ട്രാൻസ്ഫർ ചെയ്യാം, അല്ലാതെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യെസ് സാറ് ഈ കുട്ടികളോട് ഒരു കാര്യം കൂടി പറഞ്ഞു വിടണം. ഉം. ഈ മരുന്ന് കമ്പനികളെ സഹായിക്കാൻ വേണ്ടി വെറുതെ മരുന്ന് എഴുതരുത്. ആ. ഈ പരിശോധനാ കേന്ദ്രങ്ങളെ സഹായിക്കാൻ വേണ്ടി വെറുതെ പരിശോധന എഴുതരുത്. ഉം. മറ്റ് മോശപ്പെട്ട ആൾക്കാരുമായി കൈകോർക്കരുത്. ഉം. നിങ്ങളെ ഞങ്ങൾ, അതായത് സാധാരണക്കാർ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് ആ ഒരു സന്ദേശം കൂടി അവർക്ക് കൊടുക്കണം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഇപ്പോൾ ഒരാളെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല, പക്ഷെ നല്ലൊരു ഡോക്ടറിനെ കണ്ടാൽ നമ്മൾ ഓടിയെത്തും. കാരണം അവൻ്റെ താഴത്തെ നിന്നാണ് അവനെ കൊണ്ട് എത്തിച്ചത്. ചിലപ്പോൾ ആ ഡോക്ടറായിരിക്കും, അവനൊരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ തലമുറയിൽ അങ്ങനെ ഇല്ല. ഈ കൈക്കൂലി എന്ന് പറയുന്ന ഒന്ന് പുതിയ തലമുറയിൽ കാണുന്നില്ല. കാര്യം അവരെല്ലാം ഇപ്പോഴും ഗൂഗിൾ പേ ഇതിലോട്ടായി. അപ്പോൾ പിന്നെ ആ കൈക്കൂലി കാണുന്നില്ല. ബട്ട് അവരുടെ ഒരു പ്രശ്നം, അവരെ കൊണ്ട് ഹാർഡ് വർക്കാണ് പലയിടത്തും ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഒരു PG പഠിക്കുന്ന കുട്ടിക്ക് 3 ദിവസം അനങ്ങാൻ പറ്റത്തില്ല. 3 ദിവസം കണ്ടിന്യൂസ് വർക്കാണ്. ഓക്കെ. പിന്നെ ഒരു രോഗി വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പലയിടത്തും നമ്മളിപ്പം പഠിച്ച ഇറങ്ങിയ കുട്ടികളും വല്ലപ്പോഴും ഒരു ദിവസം വന്ന് കാണാൻ വരും. നമ്മൾ ചോദിക്കാറുണ്ട്, നിന്നെ കാണില്ലല്ലേ, നീ റാങ്ക് മേടിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് നിന്നെ റാങ്ക് ഉണ്ടാക്കിയത്. സാർ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. 48 hours ഡ്യൂട്ടിയാണ്. അല്ല, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പ്രൊഫഷൻ, അത് മാതാപിതാക്കളാണെങ്കിലും ഒരു വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിലും അത് MBBS ആണ്, തൊട്ട് പിന്നാലെ എഞ്ചിനീയറിംഗും ഉണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉറപ്പാണ്. ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുണ്ട്. ഉണ്ട്. അങ്ങ് ഏത് തരത്തിലാണ് വേറിട്ട് നിൽക്കുന്നത്? വാട്ട് ഈസ് യുവർ തോട്ട് പ്രോസസ്? വാട്ട് ഈസ് യുവർ പ്രിൻസിപ്പിൾ? ഞാൻ 29 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. നമ്മൾ ഇന്നും ഒരു എത്തിക്സ് വെച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പം എൻ്റെ മുമ്പിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരത്തില്ല. അതാണ് സത്യത. നമ്മൾ അങ്ങനെ ചോദിക്കത്തില്ല ആരും. കാര്യം നമ്മൾ ആ ഒരു പ്രിൻസിപ്പിൾ, നമുക്ക് വലിയ ലാർജ് എമൗണ്ട് പിള്ളേരെ കൊണ്ട് കയറ്റണമെന്നില്ല. വരുന്ന കുട്ടികൾ വളരെ താല്പര്യത്തോടെ പഠിക്കണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഫീസ് വാങ്ങാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ സ്ഥാപനത്തിൽ 10-400 സ്റ്റാഫുകളുണ്ട്. ഇവർ ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ തരേണ്ടത് പാരൻസാണ്. നമ്മൾ ഇന്നും പാരൻറ്റിനെയും കുട്ടിയുമാണ് ദൈവം പോലെ നമ്മൾ കണക്കാക്കുക. കാര്യം അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് എല്ലാവർക്കും വൈപ്പ് ഔട്ടായി പോകാൻ പറ്റും. അപ്പോൾ അവരെ തന്നെയാണ് നമ്മൾ വലിയൊരു ദൈവമായിട്ട് കണക്കാക്കുന്നത്, കുട്ടികളെ ഇത്. പക്ഷേ പല കോച്ചിങ് സെൻറ്ററുകൾ ഇപ്പം 2 വർഷം 3 വർഷം വന്നു, വീണ്ടും പൊളിഞ്ഞു പോവും, വീണ്ടും വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയല്ല. ഫണ്ടിങ് എന്നൊരിതാണ്. എന്ന് വെച്ചാൽ വെളിയിൽ നിന്നും ഫണ്ട് വരും. നമ്മൾ അങ്ങനെയല്ല. ഈ കുട്ടികളുടെ ഫീസ് കൊണ്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ല. കുട്ടികളുടെ എണ്ണം കൂട്ടുക. ഫണ്ട് എവിടെ നിന്ന് വരുന്നു നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ഫണ്ട് വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഫണ്ട് പലയിടത്തിനും വരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവരെ പുറകിലുണ്ട്. അതായത് ഈ ചെറിയ ചെറിയ ക്ലിനിക്കുകളെ വൻകിട കമ്പനികൾ വാങ്ങിക്കൂട്ടുന്നത് പോലെ യെസ്, ഈ കോച്ചിങ് സെന്ററുകളിലും അങ്ങനെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 3 വർഷത്തിന് മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയതായിട്ട് വന്നു. അവരെന്ത് ചെയ്തു, ഒരു ട്യൂട്ടോറിയൽ, പണ്ട് ഒരു ട്യൂട്ടോറിയലിൽ ഒരു 10-15 പേര് അതുകൊണ്ട് ജീവിക്കുമായിരുന്നു. അവിടെ 2 നല്ല അധ്യാപകരാണ്. ഇവരെന്ത് ചെയ്തു, ആ 2 അധ്യാപകരെയും വില കയറി വാങ്ങി. അപ്പോൾ ആ ട്യൂട്ടോറിയൽ തീർന്നു. ഇങ്ങനെ ഈ കേരളത്തിൻ്റെ അകത്ത് ആ ട്യൂട്ടോറിയൽ വ്യവസായത്തിനെ തന്നെ തകർത്തുകളഞ്ഞു. ഇതിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഭാഗ്യമായിരുന്നു. പക്ഷേ അവരെ എന്ത് ചെയ്തു, അവരന്ന് ചെയ്ത കർമ്മഫലം ഇന്ന് അവരിൽ നിന്നും വേറെ ആൾക്കാർ പൊക്കിക്കൊണ്ടുപോയി. അടുത്ത കമ്പനി വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പൈസ ഇതിനെക്കാട്ടിലും കൂടുതൽ കൊടുത്തു, ഇത് എടുത്തുകൊണ്ട് പോയി. ഇപ്പോഴാണ് അവർ ആലോചിക്കുന്നത് നമ്മളന്ന് ആ ചെറിയ ചെറിയ സ്ഥാപനങ്ങളെ വഞ്ചിക്കരുതെന്ന്. അതിന് കൂലിയായിട്ടാണ് അവർക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം വലിയ സ്ഥാപനങ്ങൾ താഴോട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാരെ പുറത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ആൾ വന്ന്. കാര്യം ഇപ്പം 500 കോടി രൂപ 1000 കോടി രൂപയ്ക്കാണ് ഫണ്ട് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പണ്ട് ഒരു ചെറിയ ഓല ഷെഡും 4 അധ്യാപകരും ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുമായിരുന്നു. ഇന്ന് അതെല്ലാം പോയി. ദിസ് ഈസ് എ വെരി വെരി
വാലിഡ് ആൻഡ് വൈറ്റൽ പോയിന്റ് സർ. തീർച്ചയായിട്ടും നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. നിങ്ങളുടെ മൂക്കിന് താഴെയാണ് ഈ ബിസിനസ് നടക്കുന്നത്. ശതകോടികളുടെ ബിസിനസ്സാണ്. ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ പെരുകുമ്പോൾ അവ സത്യസന്ധമായി ആണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത രാജ്യം ഭരിക്കുന്നവർക്കുണ്ട്, സംസ്ഥാനങ്ങളുടെ ഭരണ നേതൃത്വം വഹിക്കുന്നവർക്കുണ്ട്. അതിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചയും നിങ്ങൾ വരുത്തരുത്. നിങ്ങൾക്ക് മുന്നിലേക്ക് നക്കാപ്പിച്ചയുമായി വരുന്ന അത്തരത്തിലുള്ള വൻകിട മുതലാളിമാർക്ക് മുന്നിൽ നട്ടല് വളയ്ക്കരുത് സർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തുന്ന ലോബികളും പെരുകും. ചോദ്യപേപ്പർ ഇനിയും ചോരും. രാജ്യം മുടിഞ്ഞ് നാറാണക്കോടി പിടിക്കും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടരുത്. രാജ്യം ഭരിക്കുന്നവർക്ക് 23 25 ലക്ഷം പേർ എഴുതുന്ന പരീക്ഷ നേരെ ചൊവ്വേ നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഞെളിഞ്ഞിരുന്ന ഞാനാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും? ഇവിടെ ക്രമക്കേടുകൾ തടയണം എന്നുണ്ടെങ്കിൽ നല്ല ആർജവമുള്ള ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ സാധിക്കും. അവർക്ക് അതിനുള്ള അധികാരം കൊടുത്താൽ മതി. ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ശതലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി നിൽക്കും ഈ ക്രമക്കേട് നടത്തുന്നവർ. അവരെ അഴിക്കുള്ളിൽ അടയ്ക്കുക. അവർ പുറം ലോകം കാണരുത്. കാരണം ഇത് രാജ്യത്തിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു ശക്തമായ നടപടി പ്രതീക്ഷിക്കാം നമുക്ക് നമ്മുടെ സർക്കാരുകളിൽ നിന്നും. അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ പ്രതീക്ഷയും. വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.